തിരിച്ച് നമുക്ക് തന്നെ അതത് പഞ്ചായത്തുകൾക്കൊന്നും നമുക്ക് ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ വളരെ വിജയകരമായിട്ട് നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഈ ഡാറ്റ പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും നിങ്ങളുടെ എല്ലാ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരിപാടി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ബ്ലോക്ക് തലത്തേക്ക് അയച്ചു. അവിടുന്നും ജില്ലാ തലത്തിലേക്ക് ഏതാണ്ട് 60% പോയെങ്കിലും ഇതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ കുറേയധികം ഡാറ്റ പോയിന്റ്സ് നമ്മൾ എൻ്റർ ചെയ്യുന്നതാണെങ്കിൽ കുറെ അധികം ഓട്ടോ പോർട്ടഡാണ്. അതായത് നേരത്തെ തന്നെ വിവിധ വകുപ്പുകളും നമ്മൾ തന്നെയും വിവിധ മന്ത്രാലയങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഡാറ്റ അതേപടി ഇതിലേക്ക് പോർട്ട് ചെയ്ത് നമ്മുടെ പഞ്ചായത്തിന്റെ ഡാറ്റയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മിഷൻ അന്ത്യോദയയുടെ ഡാറ്റ ഉണ്ട്, അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഡാറ്റയുണ്ട്, വിവിധ മന്ത്രാലയങ്ങൾ വഴി വരും. അതിൽ കണ്ടെത്തിയ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പെശകുള്ള ഡാറ്റ ഉണ്ട് എന്ന് പല ഗ്രാമപഞ്ചായത്തുകളും റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അത് നമ്മൾ മന്ത്രാലയ തലത്തിൽ, മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് രാജ് തലത്തിൽ എടുക്കുകയുണ്ടായി. അവരും അത് പരിശോധിച്ചു. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിനെ ഒട്ടും റിഫ്ലക്ട് ചെയ്യാത്ത, നമ്മുടെ വികസനത്തിന്റെ സൂചികകൾ ഒട്ടും റിഫ്ലക്ട് ചെയ്യാത്ത ഒരുപാട് ഫിഗേഴ്സാണ് അതിനകത്ത് കാണുന്നത്. പ്രത്യേകിച്ച് ഓട്ടോ പോർട്ട് ഡാറ്റയാണ്. അത് മിഷൻ അന്ത്യോദയ ആണെങ്കിലും ശരി, വിവിധ വിഷയാടിസ്ഥാനത്തിൽ ഡാറ്റയിൽ അത് നമ്മളെ ഒരു വലിയ പ്രയാസത്തിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് രാജുമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ പരിശോധിച്ചപ്പോൾ ഇത് കേരളത്തിന്റെ വികസനവുമായി ബന്ധമില്ലാത്ത രീതിയിലുള്ള ഫിഗേഴ്സാണ് പലതും. എങ്ങനെയോ നമ്മൾ അയച്ചു കൊടുത്തതിലാണോ എവിടെയാണ് തെറ്റെന്ന് ഇപ്പൊ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഓട്ടോ പോർട്ടലാണ്. അതുകൊണ്ട് നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഇത് കറക്റ്റ് ചെയ്യാൻ നോക്കില്ല. പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഈ കാര്യം അന്ന് വിളിച്ച് പറഞ്ഞെങ്കിലും നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് ഓട്ടോ പോർട്ടഡാണ്, നമ്മുടെ കയ്യിലല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ, അഭ്യർത്ഥനകളുടെ അടിസ്ഥാനത്തിൽ മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് രാജ് നമുക്കൊരു എളുപ്പം തന്നിട്ടുണ്ട്. അതായത് അവർ ഐഡന്റിഫൈ ചെയ്ത, വളരെ വ്യത്യാസമുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഏതാണ്ട് 62 ഡാറ്റ പോയിന്റ്സ്. 66, പക്ഷേ ഓപ്പൺ ആക്കി തന്നേക്കുന്നത് 62 ഡാറ്റ പോയിന്റ്സ് ഇപ്പൊ അവര് തുറന്നു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ നമുക്ക് തൊടാൻ അവകാശമില്ലാത്തതാണ്. പക്ഷെ നമുക്കത് അതത് തലത്തിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കറക്റ്റ് ചെയ്യുന്നത് ബ്ലോക്ക് തലത്തിലായിരിക്കും. ബ്ലോക്ക് തലത്തില് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി BDOയ്ക്കുള്ള പ്രൊവിഷൻ വെച്ചിട്ടാണ് നമ്മളിത് കറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ബ്ലോക്ക് തലത്തിൽ കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വേണം ആ ഡാറ്റ കിട്ടാൻ. അങ്ങനെയല്ലേ വേണം, ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഈ ഡാറ്റ കിട്ടുള്ളൂ. ബ്ലോക്ക് തലത്തിലാണത്, ബ്ലോക്ക് BDO ആണ് അത് എൻട്രി ചെയ്യേണ്ടതും അതിന്റെ അപ്ലോഡ് ചെയ്യേണ്ടതിന്റെ ചുമതല, കറക്ഷൻസ് നടത്തേണ്ട ഉത്തരവാദിത്വം, അതുപോലെ തന്നെ അധികാരവും അവിടെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഡാറ്റ കിട്ടേണ്ടത് അതത് ഗ്രാമപഞ്ചായത്ത് തലത്തിലുമാണ്. അപ്പോൾ പ്രവർത്തനം അങ്ങനെ 2 തലത്തിൽ നടക്കേണ്ടി വരും. ഒന്ന്, ഗ്രാമപഞ്ചായത്തില് ഈ പോയിന്റ്സ് എല്ലാം തന്നെ കറക്റ്റായിട്ടുള്ള, നിലവിലുള്ള കറക്റ്റായിട്ടുള്ള ഡാറ്റ കണ്ടെത്തണം. അത് ബ്ലോക്കിൽ കൊടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി BDO വഴി അത് കറക്റ്റ് ചെയ്യണം. ഇത് വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് താൽക്കാലികമായിട്ട് കുറച്ച് ദിവസങ്ങൾക്കകം ചെയ്തു കൊടുക്കത്തക്ക രീതിയിൽ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത് ചെയ്യാൻ നമ്മൾ അയച്ചു കൊടുത്ത ഡാറ്റ നമുക്കതിൽ കറക്റ്റ് ചെയ്യാനുള്ള അവകാശമില്ല. പക്ഷേ ഇത് നമുക്ക് വേണ്ടി ചെയ്ത് തുറന്നു തന്നിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഗൗരവമായിട്ട് കാണണം. അത് കേരളത്തിന്റെ മൊത്തം വികസനത്തിന്റെ സൂചകങ്ങളിൽ ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ട്, വ്യത്യാസം വരുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല ഭാവിയിൽ നമ്മുടെ കാര്യങ്ങളെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഗൗരവം കണക്കിലെടുത്ത് വേണം ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ. ഇതിൽ ഒരു ഭാഗം ഇതിന്റെ സാങ്കേതിക ഭാഗമാണ്. അതിവിടെ ഇപ്പോൾ പറയും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ജോസ്ന മാഡത്തിന്റെ നേതൃത്വത്തിൽ സുനിലും എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ കാര്യങ്ങൾ പറയും. അത് കൃത്യമായി ഫോളോ ചെയ്യുക. അത്ര പ്രയാസമുള്ളതല്ല, എന്നാലും ഈ പറഞ്ഞ പോലെ പിന്നെ ഡാറ്റ മാനേജ്മെന്റ് ആണ് എന്നുള്ളതുകൊണ്ടുള്ള ചെറിയ സാങ്കേതികത്വം ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഒറിജിനലായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഡാറ്റ പഞ്ചായത്തുകളിൽ കണ്ടെത്തി എത്തിക്കുന്നതിന്റെ ചുമതലയും നിങ്ങൾ ഏറ്റെടുക്കും. ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ വ്യത്യാസമാണ് ഈ കണക്കിൽ. നിങ്ങൾ തന്നെ നോക്കിയാൽ ഇപ്പം മനസ്സിലാവും. അതായത് എൻ്റെ പഞ്ചായത്താണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഫിഗേഴ്സ് ഒക്കെയാണ് അതിനകത്ത് ഓട്ടോ പോർട്ടഡ് ആയിട്ട് വന്നപ്പോൾ കിടക്കുന്ന. പല പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഗൗരവം ഉൾക്കൊണ്ട് നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് ഈ കിട്ടിയ അവസരം
കൃത്യമായിട്ട് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി ഇപ്പം ഇങ്ങനെ നമ്മുടെ LSCD, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഡയറക്ടറേറ്റ്, പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ഇതിന്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുകയാണ്. അപ്പോൾ അതിനുള്ള സന്തോഷവും അഭിനന്ദനവും അറിയിക്കുകയാണ്. ഓവർ ടു ജോസ് മാഡം. ഓക്കെ, താങ്ക് യു സാർ. സാറ് പറഞ്ഞതിനകത്ത് തന്നെയാണ് എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത്. സാറ് പറഞ്ഞതുപോലെ നമുക്ക് മിനിസ്ട്രിയോട് പ്രത്യേകിച്ച് നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 66ഓളം ഡേറ്റാ പോയിന്റ്സിനുള്ളത്. അതായത് പ്രധാനമായിട്ടും സോഷ്യൽ സെക്യൂരിറ്റി NSAP പോർട്ടൽ, നമ്മൾ മിഷൻ അന്ത്യോദയ സർവേയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് മിഷൻ അന്ത്യോദയ സർവേ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ, പിന്നെ നമുക്കറിയാം ഈ ഗ്രാം സ്വരാജ് പോർട്ടൽ, ഫിനാൻസ് കമ്മീഷൻ 15 ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന അതിന്റെ വിവരങ്ങളുള്ള ഈ ഗ്രാം സ്വരാജ് പോർട്ടൽ, ഈ പോർട്ടലിൽ നിന്നുള്ള വിവരങ്ങളും പിന്നെ അതുകൂടാതെ UDSI അങ്ങനെ ഉള്ള 1-2 സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരുന്ന രീതിയിലായിരുന്നു ഈ പോർട്ടൽ ഡെവലപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ആക്ഷേപങ്ങളുള്ളത് ഈ ഗ്രാം സ്വരാജുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റയിലും മിഷൻ അന്ത്യോദയവുമായി ബന്ധപ്പെട്ടും NSAP ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളിലാണ് നമ്മളുടെ പല കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുള്ള ആക്ഷേപം നമ്മൾ പറഞ്ഞിരുന്നു. നമുക്കറിയാം ഫിനാൻസ് കമ്മീഷന്റെ വിവരങ്ങളെ കൂടാതെ മറ്റ് പദ്ധതികളും കൂടെ ലോക്കൽ ബോഡികൾ ചെയ്യുന്നുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഷെയർ അല്ലാതെ സ്റ്റേറ്റിന്റെ പെൻഷൻ ഗുണഭോക്താക്കളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ വളരെ ഒരു അന്തരം ഈ പോർട്ടലിൽ നിന്നുള്ള ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ലോക്കൽ ബോഡിയുടെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യാസം വരും. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആദ്യം ഈ വിവരങ്ങൾ നമ്മൾ എക്സൽ ഷീറ്റിൽ കളക്ട് ചെയ്തിരുന്നു. പക്ഷേ അതിനേക്കാളും സൗകര്യപ്രദമായിട്ട് എക്സലിൽ നമ്മൾ എടുത്ത ഡേറ്റ മിനിസ്ട്രിക്ക് അയച്ചു കൊടുത്ത് ബാക്ക് എൻഡിൽ നിന്ന് ഇത് അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു ആദ്യം നമുക്ക് കിട്ടിയ നിർദ്ദേശം. അപ്പം അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്നും 941 ഗ്രാമപഞ്ചായത്തിൽ നിന്നും നമ്മൾ ഡേറ്റ എടുത്തിരുന്നു. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടി മിനിസ്ട്രി ഇപ്പം ഏർപ്പെടുത്തി തന്നേക്കുന്നത്. ഈ 66 ഡേറ്റാ പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ബ്ലോക്ക് അഡ്മിൻ ആയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അഡ്മിൻ ലോഗിൻ്റെ അകത്തുനിന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഇപ്പം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ സ്റ്റേറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് 12,233 ഡേറ്റ കളക്ഷൻ ഫോർമാറ്റുകളാണ് എല്ലാ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുമായിട്ട് ബ്ലോക്ക് തലത്തിലെത്തി ജില്ലാ JD ഓഫീസ് പരിശോധിച്ച് സ്റ്റേറ്റ് അഡ്മിൻ ലെവലിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അതിൽ ഏകദേശം 10,000-നടുത്ത്, അതായത് 9,885 ഡേറ്റ കളക്ഷൻ ഫോർമാറ്റുകൾ ഇപ്പം തന്നെ JD ഓഫീസിൽ, ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഓഫീസുകളിലായിട്ട് വിവിധ 14 JD ഓഫീസുകളിലായിട്ട് എത്തിയിട്ടുണ്ട്. ഏകദേശം 1000 എണ്ണത്തോളം ബ്ലോക്കിലും 1000-2000 എണ്ണത്തിനടുത്ത് ബ്ലോക്കിലും പിന്നെ വിവിധ ബ്ലോക്കിന് കീഴിലുള്ള ലൈൻ ഡിപ്പാർട്ട്മെന്റുകളുടെ കയ്യിലുമായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ 66 ഡേറ്റാ പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ടത് പല പല ഡേറ്റാ പോയിന്റ്സിലായിരിക്കാം, ഡേറ്റാ കളക്ഷൻ ഫോർമാറ്റുകളിലായിരിക്കാം കിടക്കുന്നത്. എന്നിരുന്നാലും കൂടുതലും സെക്രട്ടറി എൻട്രി ചെയ്ത ഡേറ്റാ കളക്ഷൻ ഫോർമാറ്റിലാണ് ഇത് സംബന്ധിച്ചുള്ള ഡേറ്റകൾ കൂടുതലും കിടക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാറ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മിനിസ്ട്രി ഇപ്പോൾ അനുവാദം തന്നിരിക്കുന്നത് ബ്ലോക്ക് അഡ്മിൻ്റെ ലോഗിനിൽ നിന്നാണ് ഇത് എഡിറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനുമുള്ള ഫെസിലിറ്റി തന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബ്ലോക്കിന്റെ കീഴിൽ 8 പഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ ആ 8 പഞ്ചായത്തിലെയും ഈ 66-ൽ ഇപ്പം നിലവിൽ 62 എണ്ണത്തിന്റെ മാത്രമേ ഡേറ്റ എൻട്രി ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി അവർ ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ളൂ. അപ്പോൾ ഏതാണ് 4 എണ്ണം ഇല്ലാത്തതെന്നുള്ളത് ഇതിന് ശേഷം അജ്മി നമ്മുടെ ഇത് നോക്കുന്ന ഇവിടുത്തെ ഉള്ള കൺസേൺഡ് ആയിട്ടുള്ള പേഴ്സൺ ഏതാണെന്നുള്ളത് പറയും. അപ്പോൾ ഈ 62 എണ്ണവും ബ്ലോക്ക് തലത്തിലുള്ള സെക്രട്ടറിയുടെ അഡ്മിൻ ലോഗിൻ്റെ അകത്തുനിന്ന് ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് അവർ അടിയന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിക്കും പല ഡേറ്റ കളക്ഷൻ ഫോർമാറ്റുകളും ജില്ലയിലോ അതല്ലെങ്കിൽ തിരിച്ച് സ്റ്റേറ്റിലോ അതല്ലെങ്കിൽ താഴെ നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള ലൈൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സിൻ്റെ അടുത്തോ സെക്രട്ടറിമാരുടെ കയ്യിലോ ചിലപ്പോൾ ആയിരിക്കാം. എന്നിരുന്നാലും അതിന് തടസ്സമില്ല. നിങ്ങളുടെ ലോഗിൻ്റെ അകത്ത് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്. ഈ DCF എവിടെ കിടന്നാലും ബാക്കി ഈ പറയുന്ന 66 ഐറ്റംസിലുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നിങ്ങളുടെ ലോഗിനിലാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് താഴെത്തട്ടിൽ ഗ്രാമപഞ്ചായത്തുകളോട് ഇതിനുള്ള ഡേറ്റ തരാൻ വേണ്ടിയുള്ള ഡയറക്ഷൻ ഇന്നലെ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അതിൻ്റെ കോപ്പി കിട്ടി കാണും.
അപ്പം താഴെയുള്ള ബ്ലോക്കിന് കീഴിലുള്ള അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ അതിർത്തിക്കുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു കൂട്ടായിട്ടുള്ള എഫേർട്ട് തന്നെ വേണം. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും ഇ&ഒ PM-മാരുണ്ട്, RGSയുടെ ബ്ലോക്ക് കോർഡിനേറ്റർ ഉണ്ട്, RGSയുടെ ഭാഗമായിട്ട് കിലയുടെ ഇ&ഒ PM-മാരുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഇ&ഒ PM അല്ല, തീമാറ്റിക് എക്സ്പേർട്ടുകളുടെ സഹകരണത്തോടെ തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അവരും ബ്ലോക്ക് കോർഡിനേറ്റർമാരും കൂടെ കൂട്ടായിട്ട് സഹകരിച്ച് തന്നെ ഈ ഡേറ്റാ പോയിന്റ്സ് പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നെ ഓരോന്നിനും എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് അവരുടെ കൺസേൺഡ് ആയിട്ടുള്ള നിലവിലുള്ള സ്റ്റേറ്റസ് എന്താണ്. ഈ പീരീഡ് നമുക്ക് അറിയാവുന്ന പോലെ 22-23 ഈ പീരീഡ്. PDIയുടെ ഡേറ്റ എൻട്രി ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 22-23. അപ്പോൾ ആ പീരീഡിൽ നമുക്ക് NSAPയുടെ ഗുണഭോക്താക്കളെ സംബന്ധിച്ചുള്ള വിവരമുണ്ട്, ഗ്രാം സ്വരാജിലെ എക്സ്പെൻഡിച്ചർ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഗ്രാം സ്വരാജ് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് മറ്റ് പദ്ധതി പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ള മെസ്സേജ് ആയിരിക്കണം നിങ്ങൾ താഴെത്തട്ടിലേക്ക് കൊടുക്കാനുള്ള. അപ്പം നിങ്ങളുടെ കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ബ്ലോക്കിന് അധീനതയിലുള്ള ഗ്രാമപഞ്ചായത്തുകളെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട്, ബന്ധപ്പെട്ട സെക്രട്ടറിമാരെയും ചുമതലയുള്ള ആൾക്കാരെയും കൂടെ വിളിച്ച് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ച് തന്നെ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അടിയന്തരമായിട്ട് ഡേറ്റ എടുത്തു തരാനായിട്ട് പറയണം. അതായത് 66 പോയിന്റ്സ് ഉള്ളതുകൊണ്ട് കുറച്ച് വിവരങ്ങളൊക്കെ പഴയ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ചിലതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നൽകാൻ പറ്റുന്നതായിരിക്കാം. ഹൗസ് ഹോൾഡ്സിൻ്റെ വിവരങ്ങളുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഉണ്ട്, ഗ്രാമപഞ്ചായത്തിൻ്റെ പോപ്പുലേഷൻ, അവിടുത്തെ ബർത്ത്, നമ്പർ ഓഫ് കമ്മ്യൂണിറ്റി ടോയ്ലറ്റ്സുകൾ, അങ്ങനെ ഗ്രാം സ്വരാജുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഓരോ സെക്ടർ വൈസ് എക്സ്പെൻഡിച്ചർ എങ്ങനെയുണ്ട്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്താണ്, ഹെൽത്ത് മേഖലയിലുള്ള എക്സ്പെൻഡിച്ചർ എന്താണ്, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എക്സ്പെൻഡിച്ചർ എന്താണ്, അസറ്റുകളൊക്കെ ജിയോ ടാഗ് ചെയ്തോ, പിന്നെ GPDPയിൽ എടുത്ത ആക്ടിവിറ്റീസിൻ്റെ കണക്കുകൾ എന്താണ്, ഗ്രാമസഭയിൽ പങ്കെടുത്ത വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതാണ്, അങ്ങനെയെല്ലാം നമുക്ക് നോക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറയുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പറയുന്ന നമുക്ക് ഡേറ്റ എൻട്രി ചെയ്യാൻ വേണ്ടിയുള്ളത്. അതുകൊണ്ട് നമുക്ക് അധികം സംശയങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ലെന്നാണ് ഞാൻ പരിശോധിച്ചപ്പം ബോധ്യപ്പെടുന്നത്. അപ്പോൾ ആ വിവരങ്ങളെല്ലാം അടിയന്തരമായിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് തന്നെ വിളിച്ച്, നാളെ തന്നെ അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് വിളിച്ച് സെക്രട്ടറിമാരെ വിളിച്ചിട്ട് ഇത് കൺവേ ചെയ്യാനും മറ്റന്നാൾ തന്നെ മാക്സിമം വിവരങ്ങൾ ലഭ്യമാക്കി നമ്മുടെ ലോഗിൻ്റെ അകത്തുനിന്ന് ഡേറ്റ എൻട്രി ചെയ്യാനുള്ള നടപടിയാണ് ബ്ലോക്ക് തലത്തിൽ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് എങ്ങനെ ഏത് ലോഗിനിൽ എപ്രകാരം ചെയ്യുക എന്നത് സംബന്ധിച്ച് അജ്മി വിശദീകരിക്കുക. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അജ്മി. പറയാം മാഡം, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓരോ ടൈറ്റിൽ വൈസ് അല്ലെങ്കിൽ ഓരോ തീം വൈസിലും പ്രോജക്റ്റുകൾ നിരത്തണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് അജ്മി സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ. ഓക്കെ മാഡം, നമ്മുടെ ബ്ലോക്ക് തലത്തില് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ലോഗിനിലാണ്, അഡ്മിൻ ലോഗിനിലാണ്
ലോഗിൻ ചെയ്യേണ്ടത്. അതിൽ കയറിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഡാറ്റ മാനേജ്മെന്റ് ഓർ വെരിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അവിടുന്ന് ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അതില് തേർഡ് ഓപ്ഷൻ അപ്ഡേറ്റ് സെലക്ടഡ് ഡാറ്റ പോയിന്റ്സ് ഓഫ് നാഷണൽ പോർട്ടൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതിൽ നിന്നും നമ്മുടെ ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളെല്ലാം അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതിലൊരു പഞ്ചായത്ത് സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഇതില് 62 ഡാറ്റ പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. മൊത്തത്തിൽ നമുക്ക് 66 ഡാറ്റ പോയിന്റ്സ് ആണ് അവർ എനേബിൾ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കേസിൽ 62 എണ്ണമാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നിലവിലുള്ള വാല്യൂ കാണിക്കുമോ? ഏതൊക്കെയാ മാഡം? നിലവിലുള്ള വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യുമോ? നിലവിലുള്ള വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം അതിൽ എന്താണോ ഉള്ളത് അതിൽ അത് ഡിസ്പ്ലേ ചെയ്യും. അത് നമുക്കിപ്പം മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇത്രയും ഡാറ്റ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ബ്ലോക്കിലേക്കും ഗൈഡഡ് ഓഫീസിലേക്കും എല്ലാം മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പം ആ ഡാറ്റ നമ്മൾ പഞ്ചായത്തിൽ നിന്നും കറസ്പോണ്ടിങ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ അവിടുന്ന് വാങ്ങിക്കുക. അപ്ഡേറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. കറക്റ്റ് വാല്യൂ എൻ്റർ ചെയ്യുക, അപ്ഡേറ്റ് ഡാറ്റ ഓപ്ഷൻ കൊടുക്കുക. അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഒരിക്കൽ കൂടെ മെനു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോളൂ, ഏത് മെനു ആയിട്ടുണ്ടെന്ന്. ഓക്കെ മാഡം. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഇ ഗ്രാം സ്വരാജിന്റെ അഡ്മിൻ ലോഗിൻ വെച്ച് കയറുന്ന ആ ലോഗിൻ എടുക്കുക. ഗ്രാമപഞ്ചായത്ത് ഡാറ്റ മാനേജ്മെന്റ് ഓർ വെരിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതില് തേർഡ് വൺ അപ്ഡേറ്റ് സെലക്ടഡ് ഡാറ്റ പോയിന്റ്സ് ഓഫ് നാഷണൽ പോർട്ടൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഓട്ടോപോർട്ടായിട്ട് വരുന്ന ഡാറ്റകളെല്ലാം കാണിക്കും. ആ ഡാറ്റ എഡിറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ഓപ്ഷൻ കൊടുക്കാം, അപ്ഡേറ്റ് ഡാറ്റ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ DCF തിരിച്ചയക്കേണ്ടതായിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. നിലവിൽ നമ്മുടെ DCF ഇപ്പം ഓൾമോസ്റ്റ് 80% എബവ് നമുക്ക് ജില്ലാതലത്തിൽ എത്തിയിട്ടുണ്ട്. അതിനെയൊന്നും ഇത് ബാധിക്കുന്നില്ല. നമ്മൾ ബ്ലോക്ക് തലത്തിൽ ലോഗിൻ ചെയ്യുക, ഈ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ പഞ്ചായത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റ എൻ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാഡം, ഈ അപ്ഡേഷൻ ഒരിക്കൽ കൊടുത്ത് തെറ്റാണെന്ന് തോന്നിയാൽ രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമോ? നിലവിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവര് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് അങ്ങനെ പറ്റുന്നുണ്ട്. ഇതൊരു എനിക്കൊന്ന് നിലവിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 31-ാം തീയതിയാണ്. 31-ാം തീയതി വരെ ഫ്രീസ് ചെയ്യില്ല. 31-ാം തീയതിയോട് കൂടി ഇത് ഫ്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പോപ്പുലേഷൻ ചോദിച്ചിരിക്കുന്നത് ഏത് വർഷത്തെ പോപ്പുലേഷൻ എൻട്രി ചെയ്യേണ്ടത്? പോപ്പുലേഷൻ 2011 ലാസ്റ്റ് സെൻസസ് നടന്നിട്ടില്ലേ, അത് കൊടുത്താൽ മതി. അതാണല്ലോ നമ്മൾ ഒഫീഷ്യലായിട്ട് എടുക്കുന്നത്. പോപ്പുലേഷൻ മിഷൻ അന്ത്യോദയയിൽ കിട്ടുന്നുണ്ടല്ലോ. അതെ, മിഷൻ അന്ത്യോദയയിലെ തെറ്റ് ഉള്ളത്, മിഷൻ അന്ത്യോദയയിലെ ഓട്ടോപോർട്ടഡ് ആയിട്ടുള്ള ഡേറ്റകളാണ് ഇങ്ങോട്ട് എടുത്തേക്കുന്നത്. പറഞ്ഞല്ലോ 62 എണ്ണം NSAP പോർട്ടല്, മിഷൻ അന്ത്യോദയ, ഇ ഗ്രാം സ്വരാജ്, ഈ 3 പോർട്ടലിൽ നിന്നും വന്നേക്കുന്ന ഡേറ്റയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിലാണ് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. മിഷൻ അന്ത്യോദയയിൽ നമ്മൾ തന്നെയാണ് ഡേറ്റ എൻട്രി ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അപ്രൂവ് ചെയ്ത ഡേറ്റയാണ്. നമ്മൾ അതിനെ പഞ്ചായത്തിൽ അംഗീകരിച്ചിട്ടാണ് ഡേറ്റ എൻട്രിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷമൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇത് ഈ ടോട്ടൽ GP പോപ്പുലേഷൻ എന്ന് പറയുന്ന മിഷൻ അന്ത്യോദയയുടെ സൈറ്റിൽ നിന്നും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുള്ള ഡേറ്റയാണ്. ഇപ്പൊ നിലവിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ് നമുക്കിപ്പോ ഇത് ഓപ്പൺ ആക്കി തന്നിട്ടുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും ഇ ഗ്രാം സ്വരാജുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റയിലൊക്കെയാണ് അപാകത പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതായത് ഇ ഗ്രാം സ്വരാജിൽ നമുക്കറിയാലോ, ധനകാര്യ കമ്മീഷൻ 15 ഫിനാൻസ് കമ്മീഷൻ പ്രകാരം ഉള്ള ആക്ടിവിറ്റികളുടെ മാത്രം പ്രോജക്റ്റുകളും അതിന്റെ എക്സ്പെൻഡിച്ചറുകൾ മാത്രമേ അതിൽ ബുക്ക് ചെയ്ത് പോയിട്ടുള്ളൂ. ബാക്കി ഡെവലപ്മെന്റ് ഫണ്ടിന്റെ ഭാഗമായിട്ടും ഒക്കെ മറ്റ് പഞ്ചായത്തുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും അതിൻ്റെ അകത്ത് എൻലിസ്റ്റ് ചെയ്ത് വരത്തില്ല. അപ്പൊ അത്തരത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡേറ്റ വേണം അതിനകത്ത് വരാൻ.
മാഡം പഞ്ചായത്ത് ഏരിയ അതിനകത്ത് തിരുത്താനുള്ള പ്രൊവിഷൻ ഉണ്ടോ? ഞാൻ കണ്ടില്ലായിരുന്നു. പഞ്ചായത്ത് ഏരിയ ക്വസ്റ്റ്യൻ്റെ അകത്ത് പഞ്ചായത്ത് ഏരിയ ഇല്ല, പോപ്പുലേഷൻ ഏരിയ ഇല്ല, പോപ്പുലേഷനേ ഉള്ളൂ. അതെ അതെ ഏരിയ എല്ലാം മിക്കവാറും പഞ്ചായത്തുകളിൽ നിന്ന് തന്നേക്കുന്ന മുഴുവൻ തെറ്റാണ്. പിന്നെ 1 ഹെക്ടർ 2 ഹെക്ടർ 0 ഹെക്ടർ ഇങ്ങനെയൊക്കെയാണ് തന്നേക്കുന്നത്. അത് തെറ്റായിട്ടാണ് പോയേക്കുന്നത്, ഡേറ്റ പോയേക്കുന്നത്. അത് തിരുത്താനുള്ള പ്രൊവിഷൻ കിട്ടിയിട്ടില്ല അല്ല, ഇതല്ലേ? അന്ന് അത് തിരിച്ച് നമുക്ക് റിവേർട്ട് ചെയ്യായിരുന്നല്ലോ. ഇല്ല, അത് ഓട്ടോപോട്ട ഡേറ്റ ആയിരുന്നു. അല്ല ഓട്ടോപോട്ടഡ് അല്ല മാഡം. ഏരിയ ഇത് GPയുടെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്യുന്നതാ. അതിൽ ഒരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 5 ഡിജിറ്റ് എൻ്റർ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ. അത് നമ്മൾ ഇപ്പോഴും NIC ആയിട്ട് അത് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊന്ന് എനേബിൾ ചെയ്ത് തരാൻ. അല്ല, അതില് 5 ഡിജിറ്റ് എന്തിനാ വേണ്ടി വരുന്നത്? അതിന്റെ അകത്ത് ഹെക്ടർ വരുമ്പം ശരി. ഹെക്ടർ വരുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എനേബിൾ ആയിട്ടില്ല ഇതുവരെ. വേറെ അതിൽ താഴെയുള്ള ഡിജിറ്റ് എൻ്റർ ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ശരി. ഓക്കെ. മാഡം, അതുപോലെ തന്നെ ചില പഞ്ചായത്തുകളിൽ 2 വില്ലേജ്, ഒരു വില്ലേജ് ഫുള്ളും ഒരു വില്ലേജ് പാർട്ടും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ കേസ് എന്ത് ചെയ്യും? നമ്മൾ വില്ലേജിന്റെ കണക്ക് കൊടുക്കുമ്പോൾ അല്ലേ, അതില് സിംഗിൾ ഡിജിറ്റ് എൻ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ? മിഷൻ അന്ത്യോദയക്കകത്ത് ആക്ച്വലി നമ്മൾ കൊടുത്തത് ഒരു പാർട്ട് വില്ലേജ് ഉണ്ടെങ്കിൽ അതിനെ ആ പഞ്ചായത്തിലേക്ക് ചേർത്ത് അതിന്റെ കണക്കുകൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കുന്ന രീതിയിലായിരുന്നു ഡേറ്റ എൻട്രി ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് മാത്രമേ ഇങ്ങനെ പാർട്ട് വില്ലേജിന്റെ പ്രശ്നമുള്ളൂ, നമ്മുടെ സ്റ്റേറ്റിന് മാത്രമേ അങ്ങനെ ഒരു വിഷയമുള്ളൂ. അപ്പൊ മാക്സിമം അല്ല, എനിവേ 3 വില്ലേജുകൾ അവിടെ വരുന്നുണ്ടല്ലോ. ആ രീതിയിൽ കൊടുക്കൂ. 3 പാർട്ടാണെങ്കിലും വില്ലേജിന്റെ പാർട്ട് അവിടെ വരുന്നില്ലേ, അപ്പൊ 3 കൊടുക്ക. മാഡം, ക്വസ്റ്റ്യൻ കൂടെ 517. ഹലോ മാഡം, ക്വസ്റ്റ്യൻ കൂടെ 517. അതായത് ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് അത് 5 ഡിജിറ്റ് ആണ് എൻ്റർ ചെയ്തേക്കണേ. പക്ഷെ ഇതിലെ എറർ കാണിക്കുക 4 ഡിജിറ്റേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ ക്വസ്റ്റ്യൻ കോഡ് 43 അത് 8 ഡിജിറ്റ് ആണ് വേണ്ടത് ഒരു പഞ്ചായത്തിലെ. പക്ഷേ 7 ഡിജിറ്റ് ഈ ഡാറ്റ പോർട്ടൽ എഡിറ്റ് ചെയ്യാനേ. അല്ല, രണ്ടാമത് പറഞ്ഞ എന്നതായിരുന്നു ക്വസ്റ്റ്യൻ? എത്രയായിരുന്നു ID? ക്വസ്റ്റ്യൻ കോഡ് 43 ഗ്രാമപഞ്ചായത്ത് എക്സ്പെൻഡിച്ചർ ഓൺ ഡ്രിങ്കിങ് വാട്ടർ, വാട്ടർ മാനേജ്മെന്റ് ആൻഡ് സാനിറ്റേഷൻ. ഓക്കെ. അത് 8 ഡിജിറ്റ് ഉള്ള ഒരു പഞ്ചായത്തുണ്ട്. അപ്പൊ അവർക്ക് ഡാറ്റ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എറർ കാണിക്കുക. അതിൽ 7 ഡിജിറ്റേ പാടുള്ളൂ എന്ന് പറയാം. അതേപോലെ ക്വസ്റ്റ്യൻ കോഡ് 517 ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് അതിൽ 3 പഞ്ചായത്ത് വലുതാണ്. ഹൗസ് ഹോൾഡ്സ് 10,000 മുകളിലുള്ള 3 പഞ്ചായത്ത് ഉണ്ട്. ആ പോയിന്റ് നോട്ട് ചെയ്താലേ നമ്മള് പിന്നെ മിനിസ്റ്ററിൽ പറയാം. അതെ സാർ, കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, അത് പറയാം. അത് തുറന്നു തരാൻ പറയാം. അത് 5 ഡിജിറ്റ് എൻ്റർ ചെയ്യാൻ പറ്റും. സാർ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്, പക്ഷെ ഡിജിറ്റ് എൻ്റർ ചെയ്യുന്നതിന്റെ ലിമിറ്റ് നമ്മൾ അന്ന് പറഞ്ഞതാണ്. നമ്മുടെ ഇതിനകത്ത് ഡിജിറ്റ് കൂടുതൽ ഉണ്ടെന്നുള്ള പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഒന്നുകൂടെ പറയാം. അത് ഏതാണ് പോയിന്റ് എന്ന് നോട്ട് ചെയ്ത് വെച്ചാലേ അതായിട്ട് പറയാം. ആ കത്തിന്റെ അകത്ത് റീഡ് ചെയ്യാനായിട്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുന്നത്. കത്ത് ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട് സാർ ഇവിടുന്ന്. കാളികാവ് ബ്ലോക്കിൽ നിന്നാണ് വീഡിയോ. മേഡം, ഇതിലുള്ള ഒരു പ്രശ്നം നമ്മളിപ്പോ കണ്ടിരിക്കുന്നത്, നമ്മള് പിന്നെ 2011 സെൻസസ് വെച്ചിട്ടുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹൗസ് ഹോൾഡ്സിന്റെ നമ്പേഴ്സിൽ വ്യത്യാസം വരും, റേഷൻ കാർഡിന്റെ നമ്പേഴ്സിൽ വ്യത്യാസം വരും. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ ചെയ്തത് ഇപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്കുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 2011 വെച്ചെടുത്തു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഇപ്പോ വരാൻ പോവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2011 വെച്ച് ചെയ്തു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഹൗസ് ഹോൾഡ് എണ്ണത്തിലുണ്ടാവും, റേഷൻ കാർഡിന്റെ എണ്ണത്തിലുണ്ടാവും, എല്ലാത്തിനും വ്യത്യാസങ്ങളും ഉണ്ടാവും. അല്ല, റേഷൻ കാർഡിന്റെ ഡേറ്റ ഇപ്പൊ എഡിറ്റ് ചെയ്യുന്നതിന്റെ അകത്തുണ്ടോ? അല്ല, മറ്റുള്ള പല ഡാറ്റകൾക്ക് ഇത് ബാധകമാവുമല്ലോ മേഡം. അല്ല, നമുക്ക് മിഷൻ അന്ത്യോദയ, ഈ അന്ത്യോദയയുടെ ഒക്കെ വിഷയത്തിൽ അത് ബാധകമാവും. മിഷൻ അന്ത്യോദയയിലൊക്കെ പ്രശ്നം വരില്ലേ? അല്ല, മിഷൻ അന്ത്യോദയക്കകത്ത് നമ്മുടെ ENDOPMമാരുണ്ടോ, അവർക്ക് പറയാൻ പറ്റൂല അന്ന് എങ്ങനെയാ നമ്മൾ മിഷൻ അന്ത്യോദയയില് ഏത് പോപ്പുലേഷൻ. സാർ, അത് എസ്റ്റിമേറ്റഡ് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ എസ്റ്റിമേറ്റഡ് ഡാറ്റ വെച്ചിട്ടാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ എല്ലാത്തിനും അവർക്കുണ്ടോ? അതായത് ഇടയ്ക്ക് ഡീലിമിറ്റേഷൻ വന്ന കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും ഇല്ലെന്ന ഒരു ഇൻഫർമേഷൻ ആണല്ലോ കിട്ടിയത്.
ലിമിറ്റേഷൻ ആവശ്യത്തിന് വേണ്ടി ഞാൻ കളക്ട് ചെയ്യാൻ പോയപ്പം നമ്മൾക്കത് വന്നതുകൊണ്ട് നമ്മൾക്കത് അവൈലബിൾ ആയതുകൊണ്ട് നമ്മളതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ വ്യത്യാസം വരുമോ എന്നുള്ളൊരു സംശയമാണ് നമുക്കുള്ളത്. അല്ല, നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെൻസസ് ഡേറ്റ എന്ന് പറഞ്ഞ 2011 ആണ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡേറ്റ. ബാക്കി അതിനുശേഷം റേഷൻ കാർഡിലെ ഡേറ്റയൊക്കെ അവർ കൊടുത്തതാണല്ലോ, അവരുടെ ഫിഗറിൽ അത് കിടന്നോട്ടെ. ഓക്കെ. അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പിന്നെ ഹൗസ് ഹോൾഡിന്റെ എണ്ണൊക്കെ വലിയ അളവിൽ കൂടിയിട്ടുണ്ട് അപ്പോഴേ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. റിലേറ്റീവ് ഡേറ്റാസ് എല്ലാം വ്യത്യാസം വരും സാറേ. സാറ് ഉദ്ദേശിച്ച ഈ ഗ്രഹസുരജന ഇപ്പൊ നമ്മുടെ എക്സ്പെൻഡിച്ചർ കൊടുക്കുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറും കൂടി ചേർക്കാനാണോ സാർ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ, ഡെവലപ്മെന്റ് ഫണ്ടിന്റെ എക്സ്പെൻഡിച്ചറും കൂടെ ചേർത്ത് കൊടുക്കുക. ആ സെക്ടറുകളിൽ, വിവിധ സെക്ടറുകളിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറും കൂടെ വരുന്ന രീതി വേണം കൊടുക്കാൻ. അതായത് സ്റ്റേറ്റ് പ്ലാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ, പക്ഷെ അത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ആ ഒരു സംഭവം എത്തിക്കണം അല്ലേ സാറേ? എല്ലാം ഈ പറഞ്ഞ എല്ലാം ഇതിപ്പോ ഈ ഗ്രാമപഞ്ചായത്തിലുള്ള കണക്ക് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എക്സ്പെൻഡിച്ചർ ആയിരിക്കും തുകകളൊക്കെ വരുന്നത്. അതില് പക്ഷേ 7 ഡിജിറ്റ് അതിനകത്ത് പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ഗ്രാമസഭയിലൊക്കെ 7 ഡിജിറ്റ് ആണ് മാക്സിമം. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 7 ഡിജിറ്റ് വന്നെന്ന് തോന്നുന്നു. 99,99,000 1 കോടി രൂപ അതിനകത്ത് എങ്ങും അനുവദിക്കുന്നില്ല. അതായിരിക്കും എനിക്ക് പറയാം. അതിനനുസരിച്ചുള്ള ഡേറ്റ അതായത് ലോക്കൽ ബോഡിയിൽ നിന്ന് ഡേറ്റ എടുത്ത് വെക്കും. അപ്പം ഇതും കൂടെ കൊടുക്കാൻ പറയും. അങ്ങനെ വളരെ കുറച്ചിൽ മാത്രമേ എക്സ്പെൻഡിച്ചറിന്റെ ഒരു വിഷയം വരത്തുള്ളൂ. മുമ്പേ പറഞ്ഞ എക്സ്പെൻഡിച്ചർ വരുന്നത്, പിന്നെ ഏരിയ വരുന്നത്, അങ്ങനെ മാക്സിമം ഇപ്പൊ തന്നതിൽ 5 or 6 മാത്രമേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എൻട്രി ചെയ്ത് പോകാനും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡേറ്റയാണ്. വേറെ എന്തെങ്കിലും സംശയങ്ങള്? മാഡം, തൃശ്ശൂർ മുല്ലശ്ശേരി ബ്ലോക്കിൽ നിന്നാണ്. ഹലോ, പറഞ്ഞോളൂ, കേക്കാം. അതായത് നമുക്ക് ജില്ലകളിലേക്ക് നേരത്തെ വിട്ടിരിക്കുന്ന ഡാറ്റ റിവേർട്ട് ആയിട്ട് കുറച്ചെണ്ണം വന്നിട്ടുണ്ട്. അത് അനോമലീസ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പഞ്ചായത്തുകളിൽ നിന്ന് പറയുന്നു. അനോമലിയുടെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അജ്മി പറയാവോ? അനോമലി റെക്ടിഫൈ ചെയ്യാനായിട്ട് ഒരു ലോഗിൻ, ഒരു മെനു ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അല്ല, അതായത് നമുക്കിപ്പോ ഇപ്പൊ ഇതിൽ 4th one ആണ്. നമ്മൾ ഈ ബ്ലോക്ക് ചെയ്ത് നോക്കുമ്പോൾ 4.1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. അതിൽ നമ്മൾ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ അവിടെ അനോമലീസ് ലിസ്റ്റ് ഔട്ട് ആവും. ഈ അനോമലീസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് പഞ്ചായത്തിലാണ്. ഗ്രാമപഞ്ചായത്തിലേക്ക് DCF തിരിച്ചയച്ചാലേ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് MOPR അറിയിച്ചത്. മാഡം, പക്ഷെ പഞ്ചായത്തുകളിലും ഇതുപോലെ തന്നെ കാണുന്നുള്ളൂ. അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എഡിറ്റ് ഓപ്ഷൻ കാണുന്നില്ല എന്ന് പറയുന്നു. അതല്ല, ഇപ്പൊ ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു DCF ഉണ്ടാവുമല്ലോ സാർ. ഇപ്പൊ ഈ ICDSന്റെ ആണെങ്കിൽ ICDS സൂപ്പർവൈസർ തരുന്ന ഡേറ്റ ആണല്ലോ. ആ ഒരു DCF അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് ജില്ലകളിൽ നിന്ന് തന്നെ തിരിച്ചയക്കണമായിരിക്കും അല്ലേ? അതെ അതെ അതെ. നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഡാറ്റ തെറ്റാ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രോസസ്സിലൂടെയാണോ പോകുന്നത് അതേ പ്രോസസ്സ് ഇവിടെ ചെയ്താലേ അവർക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ICDSന്റെ ഒരു ഡേറ്റ ജില്ലാ അഡ്മിന്റെ ലോഗിനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വരണം. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അഡ്മിൻ ലോഗിന് വരണം. പിന്നെ ബ്ലോക്കിലെ കൺസേൺഡ് ആയിട്ടുള്ള നോഡൽ ഓഫീസർക്ക് വരണം. അവിടെ തിരിച്ച് പഞ്ചായത്തിന് പോകത്തുള്ളൂ. അതെ അതെ അതെ. അപ്പൊ തിരിച്ച് ഇവര് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്കിലെ കൺസേൺ നോഡൽ ഓഫീസർക്ക് എത്തണം, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് എത്തണം, ജില്ലാ അഡ്മിൻ ലോഗിൽ എത്തണം. അതേ പാത്ത് തന്നെ സ്വീകരിക്കണം അല്ലേ? അതെ. അപ്പൊ ഈ വലിയ അനോമലികൾ ഉള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തന്നെ ഒരു പഞ്ചായത്തിന്റെ ഡേറ്റ അനാലിസിസ് ചെയ്തിട്ട് മിനിസ്ട്രിയിൽ നിന്ന് അവര് ഷെയർ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ ഇക്കാര്യം പറഞ്ഞിരുന്നാണല്ലോ. അപ്പൊ നിങ്ങൾ പരിശോധിക്കുമ്പം വളരെയധികം അപാകതകളാണെങ്കിൽ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ കാണുന്ന അപാകതകൾ തന്നെയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രദ്ധ ഉണ്ടാകണം. മാഡം, ഈ അനോമലിയില്
ബ്ലോക്ക് നോഡൽ വെരിഫിക്കേഷൻ ഓഫീസർമാർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊടുത്തൂടെ? എന്നാൽ അത് എളുപ്പമാവും. പഞ്ചായത്തുകളിൽ ചെന്നില്ലുമോ ഈ പഞ്ചായത്തുകളിലെ ഇത് ഡയറക്റ്റ് ചെയ്യണത് പിന്നെ ഡെയിലി വേജസിനൊക്കെ ഉള്ള ഡാറ്റ എൻട്രീസ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിഷയമാണ്. അതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൽ തീമാറ്റിക് എക്സ്പെർട്ടുമാർ ഇതിൽ വേണ്ടത്ര ഇടപെടുന്നുണ്ടോ സാറേ? ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അവർക്ക് കൊടുത്തേക്കുന്ന നിർദ്ദേശം. അവരും ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെയും കൂടെ സേവനം ഉപയോഗിക്കുക. പിന്നെ നമുക്ക് 8 9 അല്ലെങ്കിൽ മാക്സിമം 11 പഞ്ചായത്തുകളല്ലേ വരുന്നുള്ളൂ. അതായത് നിങ്ങൾ സംസാരിക്കുന്ന മ്യൂട്ടാണ്. ഇതിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം കൺസേൺഡ് ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ല ഇത്. നമ്മുടെ ബ്ലോക്കിന്റെയും നമ്മുടെ ജില്ലയുടെയും നമ്മുടെ സ്റ്റേറ്റിന്റെ ആകെപ്പാടെ ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സ് നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള മെത്തേഡാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡാറ്റ കളക്ഷൻ ഫോർമാറ്റിൽ വരുന്ന തെറ്റ് പോലും നമ്മുടെ അഗ്രിഗേറ്റ് സ്കോറിനെ ബാധിക്കും. വേറെ ആരെങ്കിലും ഉണ്ടോ? സാർ ഇതില് ഞാൻ ഇലന്തൂർ PN ആണേ. ഇതിൽ 59 60 എല്ലാ പഞ്ചായത്തുകളും 0 ആണ് കാണിക്കുന്നത്. അത് ഇൻകം ഫ്രം ഓൺ സോഴ്സ് റവന്യൂ പ്രീവിയസ് ഇയറും കറന്റ് ഇയറും. അതപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ എൻട്രി ചെയ്യാലോ ഇപ്പം. അതെ. അപ്പൊ അവര് അല്ല ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് മാഡം ചോദിക്കുന്നത്. 0 ഇട്ട് വരുന്ന എല്ലാം അത് പറഞ്ഞല്ലോ, നമ്മൾ ഈ ഡാറ്റ മിഷൻ അന്ത്യോദയെന്നോ ഈ ഗ്രാം സ്വരാജ് പോർട്ടലിൽ നിന്നോ എടുത്ത ഡാറ്റ ആയിരിക്കും. അതില് ഓട്ടോപോട്ടഡായിട്ട് വന്ന ഡാറ്റ ആയിരിക്കും. അതെ. മാത്രമല്ല ഇപ്പൊ തീമാറ്റിക് എക്സ്പെർട്സിന്റെ സേവനം അവരിപ്പോ കിലയിൽ എല്ലാവരും ട്രെയിനിങ്ങിലാണ്. ഒരാഴ്ച തൃശ്ശൂരും കൊട്ടാരക്കരയായിട്ടൊക്കെ ട്രെയിനിങ്ങിലാണ്. ഇവരാരും ഇവിടെ ഇല്ല. അപ്പം ബ്ലോക്ക് കോർഡിനേറ്റർമാരെ വിനിയോഗിക്കുക. നാളെ കഴിഞ്ഞ് വരും. 31 പേരുണ്ടെന്ന് പറയുന്നു. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക്. ഓക്കെ സാർ. അതെ, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 10 11 പഞ്ചായത്തുകളല്ലേ ഉള്ളൂ. നിങ്ങൾ നാളെ രാവിലെ തന്നെ സെക്രട്ടറിമാരെയും ബന്ധപ്പെട്ട പ്ലാൻ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിനെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡാറ്റ എല്ലാം തരുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഇതൊക്കെ സോഫ്റ്റ്വെയറിലും ഒക്കെ നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. സുലേഖയ്ക്കകത്തുനിന്ന് സെക്ടർ വൈസ് കിട്ടും ഡാറ്റ, സഞ്ജയ്ക്കകത്തുനിന്ന് എക്സ്പെൻഡിച്ചർ കിട്ടും, അല്ല സഞ്ജയ്ക്കകത്തുനിന്ന് പ്രോപ്പർട്ടി ടാക്സിന്റെ കളക്ഷൻ കിട്ടും, സുലേഖയ്ക്കകത്തുനിന്ന് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടുന്നതാണ്. സിവിൽ രജിസ്ട്രേഷൻ സംബന്ധിച്ച് അത് സേവനയിലുണ്ട്. ഇതിലൊന്നും നമുക്ക് പുറത്തു പോകേണ്ട ഡേറ്റ ഒന്നും ഇല്ല. ഇതെല്ലാം വിവിധ പോർട്ടലുകളിൽ നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഇയർ വൈസ് സെലക്ട് ചെയ്താൽ കിട്ടുന്ന ഡേറ്റ മാത്രമാണ്. അതിനൊരു കോർഡിനേറ്ററുടെ ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ആ പുഷും JD ഓഫീസിൽ നിന്നും BDO ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടാകണം. JD ഓഫീസിൽ നിന്ന് സാറേ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട, നാളത്തെ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞു സാർ. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങളുടെ തലത്തിൽ മീറ്റിംഗ് JDനെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചാൽ നല്ലത്. ഇതില്ല, അത് തന്നെ, അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളെ കൂടെ വിളിച്ചത്. എല്ലാ JD ഓഫീസിൽ നിന്ന് ഒരു മീറ്റിംഗ് വിളിക്കൂ നാളെ തന്നെ. ഇപ്പൊ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതത് ബ്ലോക്ക് പഞ്ചായത്തില് മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് ഇത് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് നോക്കിയിട്ട് ഈ പറഞ്ഞ 66 ഡാറ്റ പോയിന്റ്സിൽ ഉള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് അതത് ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ അവർ തന്നാൽ വീണ്ടും ഇവിടെ വെച്ച് തന്നെ ഹോട്ടൽ എൻ്റർ ചെയ്യാനൊക്കെ ഉള്ളൂ എന്നുള്ള, ബ്ലോക്കിലേ ചെയ്യാനൊക്കെ ഉള്ളൂ. അത് അങ്ങനെ മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ഗ്രാമപഞ്ചായത്തിന് അത് ഡാറ്റ കറക്റ്റ് കിട്ടണം, അത് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ ഇത്. കാര്യം ഈ വന്നിരിക്കുന്ന എല്ലാം തന്നെ ഓട്ടോപോട്ടഡ് ആണ് മിക്കതും. നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം തെറ്റ് പറ്റിയതല്ല, മുമ്പ് ചെയ്തതിലെ തെറ്റ് കാരണമാണ് ഇത്. നമ്മളോ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള തെറ്റായത്. അങ്ങനെയല്ലേ ജോസ് മാഡം? അതെ സാർ. ഇപ്പൊ NSAPയുടെ പോർട്ടലിൽ ഡേറ്റ വരുന്നത് വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. സെൻട്രലിൽ നിന്ന് അസിസ്റ്റൻസ് കിട്ടുന്ന നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച് 8,45,046 പേരോളം വരും. നമ്മൾ പക്ഷേ കൊടുക്കുന്നത് 48 ലക്ഷം പേരുണ്ട്. 8 ലക്ഷം പേരുടെ വിവരങ്ങൾ മാത്രമേ ഈ പോർട്ടലിൽ നിന്ന് അവൈലബിൾ ആകത്തുള്ളൂ. അപ്പൊ തന്നെ അതിന്റെ ഗ്യാപ്പ് മനസ്സിലായല്ലോ. ഒരു പഞ്ചായത്തില് 200 പേര് ചിലപ്പോൾ കാണും. നമ്മളത് കറക്റ്റായി കൊടുക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരമാണ്. ഇപ്പൊ 1200 അതിനേക്കാളും കൂടുതൽ കാണും നമ്മളെ സംബന്ധിച്ച് പെൻഷൻ കൊടുക്കുന്ന ഗുണഭോക്താക്കള്. അനിൽ പറഞ്ഞോ സാറേ. അതിനുവേണ്ടി സാറേ എനിക്ക് തോന്നുന്നത് നാളെ ഞാനൊരു സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ
62 ഡേറ്റ എക്സൽ ഷീറ്റിലെ 62 വരികളിലാക്കിയിട്ട് ഒരു ഷീറ്റ് ബ്ലോക്ക് വൈസ് ആയിട്ട് ബ്ലോക്കിന്റെ കീഴിലുള്ള ഈ പറഞ്ഞ പഞ്ചായത്തുകൾക്കെല്ലാം കൊടുത്തിട്ട് നാളെ തന്നെ ഈ ഡേറ്റ കളക്ട് ചെയ്താണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്ത് എനിക്കൊന്ന് ഡേറ്റ എൻട്രി ചെയ്യാൻ പറ്റും. അല്ലാതെ ഓരോ പഞ്ചായത്തിനോടും പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞ പക്ഷേ ടൈം കൺസ്യൂം ചെയ്യുന്നത്. ഇതാകുമ്പോൾ നാളെ തന്നെ ഈ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് വൈകുന്നേരത്തിനുള്ളിൽ ഏതെങ്കിലും കളക്ട് ചെയ്തിട്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഇത് എടുക്കാൻ അതെ, എക്സലിൽ ഡേറ്റ കിട്ടുമ്പം നമ്മള് ഓൾറെഡി ഇത്രയും ഇതിനേക്കാളും കൂടുതൽ വിവരങ്ങൾ നമ്മൾ എടുത്തിരുന്നു. തെറ്റാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ആരെങ്കിലും എൻട്രി ചെയ്യുന്നതാകരുത്. പ്ലാൻ നോക്കുന്ന ആളാണെങ്കിൽ ചുമതലയുള്ള ആള് തന്നെ എൻട്രി ചെയ്ത ഡേറ്റയാന്നുള്ള മെസ്സേജ് സെക്രട്ടറിമാരുടെ അടുത്ത് എത്തണം. അവരും കൂടെ പേഴ്സണലി വെരിഫൈ ചെയ്തിട്ടുള്ള ഡേറ്റ ആയിരിക്കണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സർട്ടിഫൈഡ് ആകണം. അതാ ഞാൻ സാറേ ചോദിച്ചത്. സെക്രട്ടറിമാർ സർട്ടിഫൈ ചെയ്ത് തരണമെന്നുള്ളതാണ്. സർട്ടിഫൈഡ് ആണെങ്കിൽ ഷീറ്റിൽ നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ടൈം എടുക്കും സാറേ. അത് കാരണം ഈ ഇപ്പൊ ഇവിടെ 71 പഞ്ചായത്തുണ്ട്. ഇപ്പൊ 71 പഞ്ചായത്തിന്റെ ഒരു കൺസൾട്ട് ബ്ലോക്കിലേക്ക് ചെല്ലുന്നതിന് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു ദിവസമല്ലേ കിട്ടുന്നു സാറേ. ബ്ലോക്ക് തലത്തിൽ നിന്ന് അത് മോണിറ്റർ ചെയ്യാൻ പറ്റുമല്ലോ. 7-8 പഞ്ചായത്തുകളുടെ ഡേറ്റ ഒന്ന് സർട്ടിഫൈ ചെയ്ത് കിട്ടുന്നത് ബ്ലോക്ക് തലത്തിൽ സാധിക്കുമല്ലോ. ജെഡിക്ക് എല്ലാരെയും മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. ജെഡി ആ രീതിയിൽ സെക്രട്ടറിമാരുടെ അടുത്തുനിന്നും കൂടെ ഉറപ്പാക്കി ചെയ്താൽ മതി. വേറെ സംശയങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു സാർ. നമുക്ക് മാഡം ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡം. നമ്മളിത് കുറച്ച് ക്വസ്റ്റ്യൻ കോഡ് 138, 149 ഒക്കെ വെദർ എന്നാണ് ചോദ്യം. വെദർ അതായത് യെസ് ഓർ നോ ആൻസർ വരത്തക്ക ഇതിലുള്ള ചോദ്യമാണ്. പക്ഷെ ഇവിടെ ഒരു ഫിഗർ ആണ് കിടക്കുന്നത്. 1 എന്ന നമ്പർ ആണ് കിടക്കുന്നത്. അത് നമുക്ക് യെസ് ഓർ നോ എന്നാക്കി വിടണോ? ഫിഗർ തന്നെ വേണമെന്നുണ്ടോ? എന്നതായിരുന്നു വെദർ? ഇതാണോ ഇപ്പൊ കാണിക്കുന്നതാണോ? ക്വസ്റ്റ്യൻ കോഡ് 149, 138 ഒക്കെ ശരിക്കും യെസ് ഓർ നോ ആൻസർ വരണ്ടേ? ക്ലാസ് മുന്നോട്ട് നയിക്കാൻ. അപ്പൊ അവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. ഗ്രൂപ്പ് തിരിക്കുക. അത് പഞ്ചായത്ത് തലത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. അത് ഇവിടെ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ മതി. അത് ചർച്ച ചെയ്യേണ്ട മിനിമം കാര്യം ഇതായി. ഒന്നെന്ന് പറയുന്നത് പഞ്ചായത്ത് ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ആയിരുന്നു. അപ്പൊ വന്നപ്പോഴാണ് ഇതിങ്ങനെ ഫിഗർ ആയിട്ട് വന്നിട്ടുള്ളത്. ഏതിലുണ്ട്? അത് ഞാൻ ചോദിക്കാം മാഡം. കാരണം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. നോ അങ്ങനെയാണോ എന്നുള്ളതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് അറിയിക്കാം. ഇവിടെ DPC അംഗീകാരം വാങ്ങിച്ച പദ്ധതി ഉണ്ടല്ലോ, അതിലും ഉണ്ട്. കാരണം ആദ്യം അതിനെ അപ്ലോഡ് ചെയ്ത് ആ പദ്ധതി അതേപടി തെറ്റായ ഡേറ്റയും കൂടെ സാർ. ബാലസഭയൊക്കെ 17 ബാലസഭ കൂടിയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. 1, 2 1 യെസും 2 നോ ആണ്. അതുകൊണ്ടായിരിക്കാം കൊടുത്തിട്ടുണ്ടാകുന്ന തോന്നുന്നു. അതെ, നമ്മൾ അതിൽ അങ്ങനെയാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കാം. 1ഉം 2ഉം മാത്രം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പദ്ധതികളാണ്. നമ്മൾ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂസ് അവിടെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇൻകം ഫ്രം ഓൺ സോഴ്സ് റവന്യൂ ഇൻ പ്രീവിയസ് ഇയറും അതുപോലെ കറന്റ് ഇയറിലേക്ക് നമുക്ക് എഡിറ്റബിൾ അല്ലേ സാർ? ഇപ്പോഴും എല്ലാ പഞ്ചായത്തിലും 0 സാർ അടക്കുന്നത്. നമുക്കത് കൊടുക്കേണ്ടതല്ലേ ഇത് ഡേറ്റ? വേണം. അതുകൊണ്ടാണല്ലോ നമ്മൾ തന്നത്. 22-23 മാത്രം. മേഡം ഇതേ ഹലോ മേഡം. പറഞ്ഞോളൂ. അല്ല സാർ, ഇത് എക്സൽ ഷീറ്റിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ ഈ സോഫ്റ്റ്വെയറിൽ? എന്തെന്ന് എനിക്ക് അയച്ചു തന്നത് എക്സലിലുള്ളതാണോ? ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനുള്ള അയച്ചിരിക്കുന്നത് മാഡം. അല്ലാതെയാണ് അയച്ചിരിക്കുന്നത്. എക്സൽ ആക്കി ഇവർക്ക് അയച്ചു കൊടുക്കാം. ബ്ലോക്കിന് ഷെയർ ചെയ്യാം. 10 എക്സലാക്കി അയച്ചു തരാം. അപ്പുറത്ത് ആക്ച്വൽ ആയിട്ടുള്ള ഡേറ്റ ഇടാനായിട്ടുള്ള ഒരു കോളം കൂടെ ഇട്ട് മുമ്പേ അനിൽ പറഞ്ഞതുപോലെ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാകുമല്ലോ. പഞ്ചായത്ത് വൈസ് കേട്ടില്ലേ മാഡം? പഞ്ചായത്ത് വൈസിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. പഞ്ചായത്ത് അത് അങ്ങനെ എടുക്കാൻ പറ്റുമോ സാർ? സാർ, നമ്മളിപ്പോ ഒരു ഫോർമാറ്റിലാക്കി തരാം. ഇത് എക്സലിൽ ഇട്ടിട്ട് മുകളിൽ പഞ്ചായത്തിന്റെ പേരിടുന്ന രീതിക്ക് ആക്കി തരാം. GP1 GP2 എന്ന്. അപ്പൊ അതിലോട്ട് ആഡ് ചെയ്തിട്ടാ മതി ഡാറ്റ. അല്ല, നമുക്ക് ഇപ്പോൾ ഉള്ള ഡേറ്റ ഇല്ല, ഈ നിലവിലുള്ള ഡേറ്റ നമുക്ക് അതേപോലെ പ്രിന്റ് ഔട്ട് എടുത്ത് നമുക്ക് അവർക്ക് കൊടുക്കുവാണെങ്കിൽ
അവരോട് അത് വെരിഫൈ ചെയ്തിട്ട് അത് തിരുത്തി തരാൻ പറയാമായിരുന്നല്ലോ. എളുപ്പമുണ്ടല്ലോ നമുക്കപ്പം. നിലവിലുള്ളത് അല്ലെങ്കിൽ ആ രീതിയിൽ നിലവിലുള്ളത് 941 എടുക്കാന്നുള്ളത് ബുദ്ധിമുട്ടല്ലേ നമുക്ക്? അല്ല, അതാ ഞാൻ ചോദിച്ചത് മേഡം. നമ്മുടെ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ലേ? നമുക്ക് നമുക്ക് അതിന് എക്സലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ ചോദിച്ചേ. നിലവിൽ കൺവേർട്ടഡ് ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നെങ്കിലേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ അല്ല, സെലക്ട് അല്ലാതെ ജോലി ചെയ്യേണ്ടി വരും സാറേ. അത് നിലവിലുള്ളതെന്ന് അല്ലാതെ പറയുമ്പോൾ ഒരു സാർ ഇത് മെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഇത്? സാറേ, ഞാൻ കൊല്ലം ജില്ലയിൽ ചുറ്റിമല ബ്ലോക്ക് ചെയ്യുന്ന സാറേ. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളിത് വേഡിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു കത്ത് സഹിതം പഞ്ചായത്തുകളിലോട്ട് കൊടുത്ത് തെറ്റുള്ളത് റൗണ്ട് ചെയ്ത് തിരുത്തി വാങ്ങിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചു. അങ്ങനെ 2 പഞ്ചായത്തിന്റെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആണോ എന്നുള്ള വെരിഫൈ ചെയ്യണം. അതെ, ഇന്നലെ തന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതല്ലേ? അതെ. അപ്പൊ ഇത്ര പെട്ടെന്ന് ഡേറ്റ കിട്ടിയല്ലോ നമുക്ക്. 2 പഞ്ചായത്തിന്റെ കിട്ടി സാറേ, അത് നോക്കണം. ഓക്കെ, അപ്പൊ അത് തന്നെ നമുക്ക് അനുവർത്തിക്കാം. അപ്പം സെക്രട്ടറിമാരെ സർട്ടിഫൈ ചെയ്ത ഡേറ്റ ആകുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് എക്സലിൽ കളക്ട് ചെയ്യുന്ന നമ്മൾ എപ്പോഴും വരുന്ന ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കത്തില്ലല്ലോ. ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ സൗകര്യം ഉപയോഗിച്ച് അത് ഡേറ്റ കളക്ട് ചെയ്യുക. അടിയന്തരമായിട്ട് 31-ാം തീയതിക്കകം തന്നെ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. പിന്നീട് നമുക്കൊരു ടൈം എക്സ്റ്റൻഷൻ മിനിസ്ട്രിയോട് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മളെല്ലാവരും ഇടപെടണം. ഇത്രനാളും കുറച്ചൊക്കെ നമുക്ക് നീണ്ടുപോയി, സമയം ഇത് സംബന്ധിച്ച് നീണ്ടുപോയി. പ്രത്യേകിച്ച് നമ്മൾ പ്രസിഡന്റുമാരൊക്കെ ഇക്കാര്യത്തിലായിരുന്നു എപ്പോഴും വിളിച്ചിട്ട് പറയുന്നത് നമ്മുടെ കണക്കുകളെല്ലാം തെറ്റാണ്, ഗ്രാമപഞ്ചായത്തിന്റെ യഥാർത്ഥ പെർഫോമൻസ് ലെവൽ അസസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈന്റുകൾ പലതട്ടിലാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. അതിനെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുക, കൃത്യമായിട്ടും ഡേറ്റ ആണ് എന്ന് ഉറപ്പുവരുത്തി മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ലോഗിനാണ്, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെ ലോഗിനൊന്നും അല്ല. ആരുടെ പുറകെ നടക്കേണ്ട ഒരു സാഹചര്യമില്ല. നമുക്ക് തന്നെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ അഡ്മിൻ ലോഗിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് സമയബന്ധിതമായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് സെക്രട്ടറിമാർ ഉറപ്പാക്കും. JD ഓഫീസിൽ നിന്നും കൂടെ ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യും. മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലോക്ക് കോർഡിനേറ്റർ ഇവിടെ അറിയിച്ചാൽ മതി, ചെയ്യാം. ഓക്കെ, ജോയ് സാറിനും പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിച്ചോളൂ. താങ്ക് യു. നല്ല കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കണം. നമ്മുടെ എന്തോ ആ